പശ്ചിമബംഗാൾ ഇലക്ഷനെ കുറിച്ചാണ്. പശ്ചിമബംഗാളിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ ആഭ്യന്തര സർവേ പറയുന്നത്. കഴിഞ്ഞ തവണയും അവർ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, മമതയുടെ സ്ട്രാറ്റജിസ്റ്റായ പ്രശാന്ത് കിഷോർ 100 സീറ്റിന് മുകളിൽ പോയാൽ അദ്ദേഹം ഈ പരിപാടി പണി നിർത്തും, ട്വിറ്റർ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. പക്ഷേ 100-ൽ തൊടാൻ അന്നും BJPക്ക് പറ്റിയില്ല. അന്നും ഇതേ തരത്തിലുള്ള പരമാവധി ഇൻറ്റൻസീവായിട്ടുള്ള വർഗീയതയും അങ്ങേയറ്റം ഹേറ്റും പ്രചരിപ്പിച്ച ഒരു കാലമായിരുന്നു. ഇന്നും അതുതന്നെ സമാനമായി സംഭവിക്കുന്നു. പക്ഷേ 5 വർഷം കൊണ്ട് അവരെടുത്തിട്ടുള്ള പണി എന്തുമാത്രം ഇമ്പാക്റ്റ് ചെയ്യും, റിസൾട്ട് ഉണ്ടാക്കുമെന്ന് കാണണം. എന്തായാലും മമതാ ബാനർജി നിരന്തരമായി നടത്തുന്ന ഒരു പ്രതിരോധ പോരാട്ടവും ഒരു വശത്ത് നിൽക്കുകയാണ്. ജിമ്മി, എന്നാണ് തോന്നുന്നത്, ഇത്തവണത്തെ 100 കടക്കുമെന്ന BJPയുടെ ആത്മവിശ്വാസത്തിന് സത്യത്തിൽ പ്രായോഗികമായ അടിത്തറയുണ്ടോ? ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പാർട്ടി ഇപ്പോൾ പശ്ചിമ ബംഗാളിലില്ല. 2014 എത്ര സീറ്റാണ്? 2 ആണോ 3 ആണോ? എനിക്ക് തോന്നുന്നു 3 ആണെന്ന് തോന്നുന്നു. അവിടുന്ന് 2021 വരുമ്പോൾ 100 അടിച്ചില്ലെങ്കിലും 77 അടിച്ചത്. 77-ൽ നിന്ന് 100-ലേക്ക് വരാൻ 5 വർഷം, അതായത് ഒരേ സർക്കാരാണ്. ഇപ്പം മമതയുടെ 4 ടേം ആവുന്നു, 4ാമത്തെ ടേമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി എത്ര വലുതായിരിക്കും നിങ്ങൾ ആലോചിക്കും. അതോടൊപ്പം SIR-ന് ഒരു വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എത്ര ലക്ഷം വോട്ടർമാരാണ് പോയിരിക്കുന്നത്. ആ ആരോപണം പകുതി ശരിയാണെങ്കിൽ പോലും പോയിരിക്കുന്ന വോട്ടർമാർ മുഴുവൻ ഇവരുടെ വോട്ട് ബേസിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം 100-ന് മുകളിലേക്ക് പോകും. നിങ്ങൾ അഭിപ്രായ സർവേകൾ എടുത്താൽ, ഇപ്പോൾ ന്യൂസ് 18 പോലെയുള്ള ഗോദി മീഡിയയുടെ അഭിപ്രായ സർവേകളെ നിങ്ങൾ മാറ്റി നിർത്തിയാൽ 100 മുതൽ 115 വരെ, 110 മുതൽ 130 വരെ ഈ കണക്കൊക്കെ പറയുന്നുണ്ട്. ഇത്തവണ കൂടി മമത വരും. അതിനൊരു കാരണം കൂടിയുണ്ട്. മമതാ ബാനർജി എന്ന് പറയുന്ന സ്റ്റാർ ക്യാമ്പയിനർ, സ്റ്റാർ ഫിഗർ, ഇപ്പോഴത്തെ സുവേന്ദി അധികാരിയാണ്. വലിയ വിലയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആളില്ല, അവർക്ക് ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു വേവിൽ 100 കടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. SIR-ൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. പിന്നെ നമുക്കറിയില്ല ഈ വോട്ടിംഗ് മെഷീനുകളിൽ എന്തൊക്കെ വിസ്മയങ്ങളാണ് ഇത്തവണ ഒളിച്ചു വെച്ചിരിക്കുന്നുള്ളത്. BJP ഇന്ത്യ മുഴുവൻ ഇത്തരം സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ പ്രതീക്ഷിക്കാത്തൊരു നമ്പർ എല്ലായിടത്തും ഉണ്ടാകും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് BJP ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. വോട്ടിംഗ് ദിവസത്തെ മാനിപ്പുലേഷൻ എന്താണ് ഇത് നടക്കാമെന്നറിയില്ല. പശ്ചിമ ബംഗാളിൽ BJP തൃണമൂൽ കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇലക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ലോ ആൻഡ് ഓർഡർ എന്നുള്ള എല്ലാവരെയും മാറ്റി, എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റി. ഇലക്ഷൻ പ്രോസസ്സിൽ തൊടാൻ പറ്റില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. അത് തൊടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടത്തുക എന്നുള്ളതല്ല, താഴെ തട്ടിലടക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലോക്കാക്കിയിരിക്കുകയാണ്. പിന്നെ അത്ര പുണ്യോളന്മാരൊന്നുമല്ല മമതാ ബാനർജിയുടെ പാർട്ടി, അതുകൂടെ പറയണം. അത്യാവശ്യം ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു തന്നെയാണ്. അവസരം കിട്ടിയാൽ ഇതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷേ അത്തരം യാതൊരു പരിപാടിയിൽ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തെ BJPക്ക് ചെയ്യാൻ പറ്റും. മമതയോട് അടിച്ചു നിൽക്കുന്ന BJP കഴിഞ്ഞ കുറച്ച് നാളായി പല സ്ഥലങ്ങളിലും വളരെ മിലിറ്റൻ്റാണ്. അർബൻ ഏരിയകളിലും നോർത്തേൺ വെസ്റ്റ് ബംഗാളിലുമൊക്കെ കാര്യമായ ഇൻട്രോഡ്സ് BJP ഉണ്ടാക്കിയിരിക്കുന്നു. ഇലക്ഷന് മുമ്പ് തന്നെയുള്ള സർവേകളുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന 3 സർവേകൾ 2 3 പറയുന്ന 100 കടക്കും എന്നാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടിയത് ന്യൂസ് 18-ൻ്റെ സർവേ മാറ്റി നിർത്തിയാൽ 130 വരെയൊക്കെ പോയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ മമതാ ബാനർജിക്ക് ഒരു തവണ കൂടി അധികാരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. രജിംസ്, ഇപ്പോൾ 70+ നേടിയ ഒരു പാർട്ടി അടുത്ത 5 വർഷം കഴിയുമ്പോൾ 100-ലേക്ക് എത്തുക എന്നുള്ള സ്വാഭാവികത വേണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ നരേന്ദ്രമോദി ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആയതിനു ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. മോദി താഴോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അത് ഇമ്പാക്റ്റ് ചെയ്യുമോ, അതോ അതത് സംസ്ഥാനങ്ങളിലെ സവിശേഷ താല്പര്യം, അവിടെയൊക്കെ ഇവർ കൊണ്ടുവരുന്ന പലതരത്തിലുള്ളവരുടെ സ്ട്രാറ്റജീസ് ആൻഡ് ട്രിക്സ് അതായിരിക്കും വർക്ക് ചെയ്യുക? ഒപ്പം ഹെയ്റ്റ് എന്ന് പറയുന്ന സംഗതി കൂടിക്കൂടി വരികയാണല്ലോ. അതിനുവേണ്ടി ഭയങ്കരമായ സമയമെടുത്ത് പണിയെടുത്തിട്ടുണ്ട്. സോ ഇത്തവണ BJP ഒരു ബെറ്റർ നമ്പർ എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് നമ്പർ ഉണ്ടാക്കുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഹിന്ദി ബെൽറ്റിൽപ്പെട്ട ഒരു സ്ഥലം അല്ലെങ്കിലും ബംഗാൾ എന്ന് പറയുന്ന RSSൻ്റെ റഡാറിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ഒരു സ്ഥലമാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബംഗാൾ വിഭജനം, ബംഗാൾ കലാപം, ഇതെല്ലാം ഓർമ്മയിൽ വേണം. മാത്രമല്ല RSSന് ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുമാണ്. RSS ഏറ്റവും കൂടുതൽ കാലം ഗ്രാസ് റൂട്ട് ലെവലിൽ, അധികാരമില്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു ഔട്ട്സൈഡറായിട്ട് കൂടി ഇപ്പോൾ തമിഴ്നാട്ടിലോ കേരളത്തിലോ തെലങ്കാനയിലോ ആന്ധ്രയിലോ ഒന്നും വരാത്തത്ര ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വർക്ക് ബംഗാളിലുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് അവിടെ കിട്ടുന്നത് BJPക്ക്. അല്ലാതെ BJPയിലെ സുവേന്ദു അധികാരിയോ അല്ലെങ്കിൽ അമിത്ഷായോ മോദിയോ വന്നിട്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടല്ല വോട്ട് കിട്ടുന്നത്. അവിടെ അവർ ഈ പറയുന്ന ആ വിത്ത് ഇട്ടിട്ടുണ്ട്, ആ വിത്ത് മുളച്ചു പൊട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുവരെ കോൺഗ്രസ്സോ അതിനുശേഷം CPM-ഓ ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു സെക്യുലർ പ്രതീതി, ആ പ്രതീതി ഒരൊറ്റ ദിവസം കൊണ്ട് കൊളാപ്സ് ആവുകയും
കുറേ അധികം ആളുകൾ ബി ജെ പിയിലേക്ക് പോവുകയും നമ്മൾ പിന്നെ എന്താണ് കാണുന്നത്? ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൊൽക്കത്തയിൽ. ഞാൻ എൻ്റെ ജന്മത്തിലൊരിക്കലും രാംനവമി ബംഗാളികൾ ആഘോഷിച്ച് കണ്ടിട്ടില്ല. രാംനവമിയുടെ ഘോഷയാത്ര പോകുന്നു. അതായത് രാമൻ എന്ന് പറയുന്നത് ബംഗാളിലൊരു ദൈവമേ ആയിരുന്നില്ല, അവരെ സംബന്ധിച്ച് കാളിയാണ്, ദുർഗയാണ് അവരുടെ ദൈവം. രാംനവമിയൊക്കെ എന്നാണ് വെച്ചാൽ വളരെ പെട്ടെന്ന് അതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണം. ആ സ്വിച്ച് ഓവർ ചെയ്യാനുള്ള കാരണം RSS അടിയിൽ പണിയെടുത്തതാണ്. പക്ഷേ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒരു ഫേസ് ഇല്ല എന്നുള്ളതാണ്. സുവേന്ദു അധികാരിയൊന്നും മമതയോട് മുട്ടാൻ പറ്റിയൊരു ഫേസേ അല്ല. അത് മാത്രമല്ല അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആളുമാണ്. മറ്റൊന്ന് അങ്ങനെ ആളുള്ള ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവ് ബി ജെ പിക്ക് ഇല്ല അവിടെ. മറ്റൊരു കാര്യം ന്യൂനപക്ഷ വോട്ടുകളാണ്. ഈ ന്യൂനപക്ഷ വോട്ട് ബി ജെ പി മുഖ്യ പ്രതിപക്ഷമായതോടുകൂടി ഉണ്ടായൊരു പ്രശ്നം, മുൻപ് ഈ മുസ്ലിം വോട്ടുകൾ ചിതറിയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത് പൂർണ്ണമായും തൃണമൂൽ കോൺഗ്രസിലേക്ക് വരികയാണ്. അവിടെയാണ് ബി ജെ പി ഇത്തവണ ഒരു പുതിയ സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ഒരു ട്രോജൻ ഹോഴ്സിനെ പരീക്ഷിക്കുകയാണ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ്സുകാരനായിരുന്നു പുള്ളി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചേർന്ന് മത്സരിച്ച് തോറ്റു. പിന്നെ തിരിച്ച് തൃണമൂലിലേക്ക് വന്നു. തൃണമൂലിൽ വന്നു കഴിയുമ്പോഴാണ് പുള്ളി എന്താണ് ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി ഇഷ്ടികയും കല്ലൊക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെടുന്നു, ആളുകളെ മൊബിലൈസ് ചെയ്യുന്നു. മുർഷിദാബാദുകാരനാണ് പുള്ളി. തുടക്കത്തിൽ ഈ അസദുദ്ദീൻ ഒവൈസിയൊക്കെ പുള്ളിയായിട്ട് സഖ്യം ചേരാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നല്ലോ, 1000 കോടി രൂപയുടെ ഡീലാണ് ബി ജെ പി ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നുള്ള വീഡിയോ പുറത്തു വന്നു. TMC സമ്മതിക്കണം, സ്റ്റിങ് എടുത്ത് പുള്ളിയെ പൊട്ടിച്ചിടണം. അപ്പോൾ ഒവൈസി അതിന് പിന്മാറി. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ബി ജെ പിക്ക് അവിടെയുള്ള ആകെയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളതാണ്. അവിടെ ഒവൈസിയെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ടത് അവിടെ നിന്ന് ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ഒരാളെ കണ്ടെത്തി 1000 കോടിയെങ്കിൽ 1000 കോടി ഇറക്കി ആളെ പുറത്തു വിടുന്നു, ബാബരി മസ്ജിദ് ഉണ്ടായിരിക്കുന്നു, പുതിയ പാർട്ടി ഉണ്ടായിരിക്കുന്നു, മത്സരിപ്പിക്കുന്നു. അത് പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ് നിഷാദ്. അതാണ് ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന് മുമ്പിൽ ബി ജെ പിക്ക് ഇക്കുറി ജയിക്കാൻ കഴിയില്ല. പക്ഷേ മമതയ്ക്ക് ശേഷം എന്ത് എന്നൊരു ക്വസ്റ്റ്യനുണ്ട്. മമതയ്ക്ക് ശേഷം എന്ത് എന്ന ക്വസ്റ്റ്യന് ഉത്തരം കാണേണ്ടിയിരിക്കും. യെസ്, മമതയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ മമതയേ ഉള്ളൂ ആ പാർട്ടിയിൽ. അവിടെയും ഒരു സെക്കൻഡ് ലെയർ ലീഡർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ മമതയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു BJP ഇതര ശക്തി ആ ഒരു പ്ലാറ്റ്ഫോമിനെ തുടർന്ന് റൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രയാസമായിരിക്കും. മറ്റു പാർട്ടികളും CPM അടക്കമുള്ള പാർട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത്തവണ എന്തായാലും അങ്ങേയറ്റം തീ പറക്കുന്ന ഫൈറ്റ് അവിടെ നടക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം.